ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അനിയൻ്റെ കല്യാണത്തിൻ്റെ ഗ്രൂം ടു ബി ഫംഗ്ഷൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈവനിങ് ആണ് ഈ ഒരു ഗ്രൂം ടു ബി ഫംഗ്ഷൻ നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഗ്രൂം ടു ബിയുടെ ഡെക്കറേഷനൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ കസിൻസ് പിള്ളേരുകൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഗ്രൂം ടു ബിയുടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈവനിങ് ഒരു 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. പക്ഷേ എല്ലാവരും എത്തിയപ്പോഴേക്കും ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആയപ്പോഴേക്കും നമ്മുടെ വീടൊക്കെ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒക്കെ ചെയ്തത് ഉണ്ണിക്കണ്ണന്മാരുടെ ഫ്രണ്ടായിട്ടുള്ള മനു മത്തായി ആൻഡ് ടീംസാണ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം ID കൂടി ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ലൈറ്റ്സ് ആൻഡ് സൗണ്ടിൻ്റെ ഒക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടവർ അവരുടെ ഒരു പേജ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ വളരെ മനോഹരമായിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും തലേ ദിവസത്തെയും റിസപ്ഷൻ്റെ എല്ലാം ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്തത് ഇവന്മാരാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഞങ്ങളുടെ ഡ്രസ് കോഡ് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ബ്ലാക്കും കല്യാണ ചെക്കൻ വൈറ്റും ആണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റാക്കി ഗ്രൂം ടു ബിയുടെ കേക്കൊക്കെ സെറ്റ് ചെയ്തു. ഈ ദിനം നമ്മൾ ആഘോഷിക്കാൻ പോവുക, അതിനാണ് ഈ ഗ്രൂം ടു ബി ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ആദ്യം ഞങ്ങളുടെ അളിയനെ ആദ്യം സ്വാഗതം ചെയ്യുന്നു. മുഹൂർത്തത്തിന് ഇത്രയും കൂടെ ധന്യമാക്കാൻ വേണ്ടി ഞാൻ രണ്ടാമത്തെ അളിയനെ കൂടെ ക്ഷണിക്കുകയാണ്. ബാൻഡ് ഇട്ട് ഗ്രൂം ടു ബി എന്നുള്ള ഒരു ടാഗ് നമ്മുടെ അളിയന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഗ്രൂം ടു ബിയുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആങ്കർ ആയിട്ടുള്ളത് മൈ ഹസ്ബൻഡ് ശ്യാം വിപിനാണ്. അപ്പോൾ അങ്ങനെ ആങ്കറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കണ്ണനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഗ്രൂം ടു ബി ബാൻഡ് ഇടാൻ വേണ്ടിയിട്ട് ഒന്നി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. കൂടെ എപ്പോഴും നടന്നിരുന്ന അവരുടെ ചേച്ചിനെ. അങ്ങനെ ഗ്രൂം ടു ബിയുടെ ബാൻഡൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ ഫാമിലി എല്ലാവരും കൂടി ഇട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്ന മൊമെൻ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലി എല്ലാവരും അമ്മേനെയും അച്ഛനെയും നമ്മുടെ ആൻറ്റിമാരെയും അമ്മാവനെയും കസിൻസിനെയൊക്കെ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉണ്ണിക്കണ്ണന്മാരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. അവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്യുകയാണ്.
അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇനി ഫോട്ടോ എടുക്കൽ സെഷനാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണന്മാരുടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അവരുടെ ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സ് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടും എല്ലാമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ബാൻഡൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം ഉണ്ണിക്കണ്ണന്മാരുടെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടി വന്നിട്ട് അവരുടെയും ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ണിക്കണ്ണന്മാരുടെ കോളേജ് ഫ്രണ്ട്സും അങ്ങനെ അവരുടെ ഫ്രണ്ട്സ് ഗ്യാങ് തന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ എല്ലാവരും ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അതിനുശേഷം നമ്മളെ ഫാമിലി എല്ലാവരും ചേർന്ന് ഫോട്ടോഷൂട്ട് സെക്ഷനായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ നിതാന്തമാം തെളിമാനം പൂത്ത നിശീതിനിൽ ദേവദാ. അതിനുശേഷം ചെക്കൻ്റെ വീട്ടുകാരുടെ കലാപരിപാടികളായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അമ്മയുടെ ഒരു പാട്ടും കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കസിൻസ് പിള്ളേരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഫോട്ടോഷൂട്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് ടു ബി ഫംഗ്ഷൻ നടത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന ഫോട്ടോസൊക്കെ എടുത്ത് കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇന്നത്തെ ഒരു ഡേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.